ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. ഞാനും അതേപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. പിന്നെ നമ്മളിന്ന് പൂക്കളിടുന്ന വീഡിയോ ആണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിയ പൂക്കളാണ്, പൂക്കളിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഉതിർക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. പൂക്കളൊക്കെ ജസ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ എൻ്റെ ചാനൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. നമ്മൾ മൂവിക്ക് വന്നൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഈ പൂക്കൾ വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനകത്ത് ജസ്റ്റ് മൂവിക്ക് പോയിട്ട് ആ ഒരു വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സെയിം ഡേ തന്നെ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ പൂക്കളൊക്കെ കണ്ടത്. നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിട്ടും നമ്മൾ കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. 2 ദിവസത്തേക്കും ഇത്ര കുറച്ച് പൂക്കൾ വെച്ചിട്ടും 2 ദിവസത്തേക്കും നമുക്ക് നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ നല്ലൊരു പൂക്കളൊക്കെ ഇടാൻ പറ്റി. ഇത്രയും പൂക്കൾ വാങ്ങി. ഇത് മറ്റേ ചെട്ടിപ്പൂവില്ലേ, ഓറഞ്ച് കളർ, അതാണിത്. ആക്ച്വലി നമ്മളെ ചെട്ടിപ്പൂവൊക്കെ ഉതിർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം തോന്നിക്കും. അതേപോലെ ചെട്ടിപ്പൂവാണ് കൂടുതലുണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മൾ ഇന്നിട്ട പൂക്കളാണ്, കണ്ടോ. അപ്പോൾ നമ്മളിതൊരു റെഫറൻസ് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫോട്ടോ റെഫറൻസ് എടുത്തിട്ടാണ് തുടങ്ങൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേങ്കിൽ അറ്റ് ലാസ്റ്റ് ഏതൊരു പൂക്കളിട്ട് കഴിഞ്ഞാലും അറ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളേതായ ഡിസൈൻസ് ആയിരിക്കും കൂടുതൽ നമ്മളിട്ടിട്ടുണ്ടാവുക. മീൻസ് നമ്മളെല്ലാവരും ആ റെഫറൻസ് കാണുന്ന പോലെ എല്ലായിരിക്കുമല്ലോ ഇടുക. നമ്മളേതായ ഒരു ഓൺ ഡിസൈൻസും ക്രിയേറ്റീവായിട്ടൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ചില റെഫറൻസ് മാത്രം നോക്കിയിട്ട് മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പണ്ടൊക്കെ ചില സമയത്തൊക്കെ റെഫറൻസ് മാത്രം നോക്കിയിട്ട് ഇടുമായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ നമ്മളതായ രീതിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ എത്ര ട്രൈ ചെയ്തിട്ടും ഇതുവരെ ഫ്ലോപ്പായിട്ടില്ല, എല്ലാം സക്സസ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇതും നമ്മൾ ഒരു റെഫറൻസ് നോക്കി തുടങ്ങിയത് റെഫറൻസ് നോക്കിയിട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് ഇത് നല്ല രീതിക്ക് തന്നെ നമ്മളേതാ ഐഡിയ വെച്ചിട്ട് ചെയ്തിട്ട് ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലാസ്റ്റിലോട്ടുള്ള പോർഷൻസൊക്കെ കൂടുതലും നമ്മളെ ഐഡിയാസിൽ വെച്ചിട്ടാണ്. പിന്നെ കളറ് അതൊക്കെ എന്തായാലും ചിലരൊക്കെ ചേഞ്ച് ചെയ്തല്ലോ. അതിൻ്റെ റെഫറൻസ് കാണുന്ന കളർ തന്നെ ആയിരിക്കില്ലല്ലോ ഇടുന്നത്. അപ്പം ഞാനും ഇതിൽ റെഫറൻസൊക്കെ കാണുന്ന കളറൊന്നും അല്ല ഇട്ടത്. കുറേ വേറെ കളറും, മീൻസ് നമുക്ക് ഏതാണോ കളർ കൂടുതലുള്ളത് അങ്ങനെയൊക്കെ ഇടയില്ലേ, അതേപോലെയാണ് ഇട്ടത്. ഭയങ്കര കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളും പൂക്കളം ക്രിയേറ്റീവായിട്ടാണ് ഇടാറ്, അല്ലെങ്കിൽ റെഫറൻസ് കാണുന്ന പോലെയാണ് ഇടാറ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു പൂക്കളത്തിൽ കുറച്ചധികം നമ്മൾ തന്നെ ഇട്ടതായതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഡിസൈൻസാണ് കുറച്ച് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ബാക്കി ലാസ്റ്റോട്ട് കുറച്ച് പൂക്കളൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഹാപ്പി ഓണം എഴുതി കൊടുത്തു. ഇത് ഇന്നിട്ട പൂക്കളാണ്, നമ്മുടെ വീട്ടിൽ ഇന്നിട്ട പൂക്കളാണ് ഇത്. ഇന്നിട്ടതായിരുന്നു കുറച്ചധികം വലിയ പൂക്കളവും. ബിക്കോസ് എത്ര തരമാണ്, 11 തരമാണല്ലേ ഇന്ന്, 11 തരം പൂക്കളാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഇന്നലെ ഇട്ട പൂക്കളാണ്. ഇന്നലെ മീൻസ് 10 പൂക്കളില്ലേ, 10 പൂക്കൾ വെച്ചിട്ടിരുന്നത്. ഇന്ന് 11 ആയിരുന്നല്ലോ, ഇന്നലെ 10 ആയിരുന്നില്ലേ, അങ്ങനെ ഇട്ടതാണിത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിലും നമ്മൾ റെഫറൻസ് നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇത് നമ്മളെ ഓൺ ഡിസൈൻസാണ്. അപ്പോൾ